മണിപ്പൂരിൽ വംശീയ കലാപം പുതുമയുള്ളതല്ല, ബ്രിട്ടീഷുകാരുടെ കാലം മുതലുള്ളതാണ്. പക്ഷേ കഴിഞ്ഞ വർഷം മെയ് 3-നാണ് കലാപം വലിയ ശക്തമായി തന്നെ തുടങ്ങിയത്. അത് വളരെ കത്തിപ്പടരുകയും ചെയ്തു. ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു വാർത്ത, ഈ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ മണിപ്പൂരിൽ 10,000-ലധികം കുടിയേറ്റക്കാർ കടന്നു വന്നു. അവർ പ്രധാനമായും മ്യാൻമാർ, ബംഗ്ലാദേശ്, നോർവേ, ചൈന, നേപ്പാൾ തുടങ്ങിയ ഇടങ്ങളിൽ നിന്നാണ് വന്നത്. ഇവിടെ 2006 മുതൽ വന്നവർ ഇവിടെ 996 പുതിയ ഗ്രാമങ്ങൾ, പുതിയ വില്ലേജുകൾ ഇവർ സ്ഥാപിച്ചിട്ടുണ്ട്. മലമുകളിലും മറ്റും ഇവർക്കൊക്കെ വലിയ സ്വാധീനമുള്ള മേഖലയായി മാറിയിരിക്കുന്നു. 10,000 പേരെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇതിൽ പലരെയും കരുതൽ തടങ്കൽ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുന്നു. കുറച്ചുപേരെ നാട് കടത്തുകയും ചെയ്തിരിക്കുന്നു. ഈ കലാപത്തിൽ പങ്കെടുത്തവരുടെ കയ്യിൽ നിന്നും പിടികൂടിയ ആയുധങ്ങളെല്ലാം വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്നവയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വംശീയ വിദ്വേഷം ആളിക്കത്തിക്കാനും കലാപം ഉണ്ടാക്കുവാനും ശ്രമിച്ചതിലധികവും ഈ വന്നു കയറിയ കുടിയേറ്റക്കാരാണ് എന്നാണ് ഇപ്പോൾ മണിപ്പൂർ മുഖ്യമന്ത്രി ബിരേൻ സിംഗ് വ്യക്തമാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.